ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് മാറ്റർ ഇൻ അവർ സറൗണ്ടിങ്സ്. സയൻസ് ആണ്, 9th സ്റ്റാൻഡേർഡിലുള്ള ചാപ്റ്ററാണ്, ഫസ്റ്റ് ചാപ്റ്ററാണ്. ഓക്കെ, ടെക്സ്റ്റിലുള്ള പോലെ തന്നെ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. As we look at our surroundings, we see a large variety of things. അതായത് നമ്മളുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വെറൈറ്റിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വിത്ത് ഡിഫറെന്റ് ഷേപ്സ്, അതായത് പല തരത്തിലുള്ള പല ഷേപ്പിലുള്ളത്, അതുപോലെ തന്നെ ഡിഫറെന്റ് സൈസസ് ആൻഡ് ടെക്സ്ചേഴ്സ്, പല തരത്തിലുള്ള പല ഘടനയിലുള്ള ഒരുപാട് തിങ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് മേഡ് അപ്പ് ഓഫ് മെറ്റീരിയൽ വിച്ച് സയന്റിസ്റ്റ് നെയിംഡ് മാറ്റർ. അതായത് ഇപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് മെറ്റീരിയൽസ്, ഒരുപാട് വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട്. ഈ വസ്തുക്കൾക്ക് സയന്റിസ്റ്റുകൾ ഒരു പേരിട്ടിട്ടുണ്ട്. ആ പേരാണ് മാറ്റർ എന്നുള്ള പേരാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണോ നമ്മളുടെ യൂണിവേഴ്സിൽ കാണപ്പെടുന്ന ആ കാണുന്ന കാര്യങ്ങളെയൊക്കെ മാറ്റർ എന്നാണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ എയർ വി ബ്രീത്ത്സ്, അതായത് നമ്മൾ ശ്വസിക്കുന്ന വായു, അതുപോലെ തന്നെ അത് ഫുഡ് വി ഈറ്റ്, നമ്മൾ കഴിക്കുന്ന ആഹാരം, സ്റ്റോൺസ്, അതുപോലെ തന്നെ സ്റ്റോൺസ് ഒന്നും കഴിക്കുന്നതല്ല കേട്ടോ, സ്റ്റോൺസ്, ക്ലൗഡ്സ്, അതുപോലെ തന്നെ സ്റ്റാർസ്, പിന്നെ ഇതൊന്നും കൂടാതെ നമ്മളുടെ ഭൂമിയിൽ ജീവിക്കുന്ന ആനിമൽസ്, അതുപോലെ തന്നെ പ്ലാന്റ്സ്, ഈ കാര്യങ്ങളൊക്കെ എന്താണ്, പിന്നെ ഈ മാറ്ററിൽ പെടുന്നതാണ്. അപ്പൊ എന്തൊക്കെ നമ്മളുടെ സറൗണ്ടിങ്സിൽ, നമ്മളുടെ എൻവയോൺമെന്റിൽ നമ്മൾ കാണുന്നോ ആ കാണുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് കോമൺലി നമുക്ക് എന്ത് ചെയ്യാം, മാറ്റർ എന്ന് വിളിക്കാം. ഇനി ഇതൊന്നും കൂടാതെ തന്നെ ഇതിനേക്കാൾ ചെറിയ വസ്തുക്കൾ, ഇപ്പം സാൻഡ് ഉണ്ടല്ലോ, സാൻഡ് പാർട്ടിക്കിൾസ് എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. എന്താണ് ഈ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ? പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ചെറിയ അംശമാണ്, ചെറിയ കണിക, വളരെ ചെറിയൊരു പിന്നെ അംശത്തിന് അല്ലെങ്കിൽ കണികയാണ് നമ്മൾ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മുടെ സാൻഡിനകത്ത് കാണുന്ന പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, സാൻഡിന്റെ തരി, അപ്പോൾ ആ സാൻഡിന്റെ പാർട്ടിക്കിൾസ് പോലും എന്താണ്, പിന്നെ നമുക്കൊരു മാറ്ററായിട്ട് പരിഗണിക്കാം എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. ഈവൻ എ സ്മോൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ചെറിയൊരു തുള്ളിയിൽ പോലും നമുക്ക് എന്താണ്, മാറ്റർ കാണാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന കുറെ കാര്യങ്ങൾ, ഈ പറഞ്ഞ വസ്തുക്കൾ, അതായത് എയർ ആണെങ്കിലും ക്ലൗഡ്, സ്റ്റാർ, അതുപോലെ തന്നെ മറ്റെന്ത് കാര്യങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം കൂടെ സ്പേസിൽ അടങ്ങിയിരിക്കുന്നതിൽ രണ്ട് കാര്യങ്ങളും കൂടെ പ്രധാനമായിട്ടും അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാണ് വോളിയം, രണ്ടാമത്തതാണ് മാസ്. ഈ രണ്ട് കാര്യങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്താണ് വോളിയം, എന്താണ് മാസ്? മാസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനകത്ത് എത്രത്തോളം മാറ്റർ പ്രസൻറ്റഡ് ആണ്, എത്ര എമൗണ്ടിലുള്ള മാറ്റർ പ്രസൻറ്റഡ് ആണെന്ന് കാണിക്കുന്നതാണ് മാസ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മാറ്റർ ഗ്രേറ്റർ ആകുമ്പോൾ അതിൻ്റെ മാസും ഗ്രേറ്റർ ആവും. ഇനി വോളിയം, എമൗണ്ട് ഓഫ് സ്പേസ് ഇറ്റ് ഓക്കുപ്പൈസ്, അതായത് ഒരു വ്യാപ്തമാണ്. ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലുള്ള സ്പേസ് എത്രയാണോ അതാണ് അതിൻ്റെ വോളിയം. Since early times, human beings have been trying to understand their surroundings. അതായത് ഇന്നും ഇന്നലെ ഒന്നും അല്ല ഈ പറയുന്ന പ്രകൃതിയുടെ ചുറ്റും ഈ മനുഷ്യന്മാർ കിടന്ന് ഓടാൻ തുടങ്ങി. ആളുകൾ എന്താണ് ഈ പ്രകൃതി, എന്താണ് ഈ സറൗണ്ടിങ്സ്, നമ്മുടെ ചുറ്റും ഉള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർ നെട്ടോട്ടം തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടുണ്ട്. Early Indian philosophers classified matters in the form of 5 basic elements. മുൻകാലങ്ങളിലുള്ള ഇന്ത്യൻ ഫിലോസഫേഴ്സ്, അതായത് ഇന്ത്യൻ തത്വചിന്തകന്മാരുണ്ടല്ലോ, അവര് ശരിക്കും നമ്മുടെ ഈ മാറ്ററിനെ 5 ബേസിക് എലിമെന്റ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പഞ്ചതത്വം എന്നാണ് ഈ 5 കാര്യങ്ങൾക്ക് പറയുന്നത്. അതിൽ 5 എന്ന് പറയുന്നതാണ്: ഒന്ന് എയർ, രണ്ടാമത്തത് എർത്ത്, മൂന്നാമത്തത് ഫയർ, നാലാമത്തത് സ്കൈ ആൻഡ് അഞ്ചാമത്തത് വാട്ടർ. ഈ 5 കാര്യങ്ങൾ ആണ് എന്തെന്ന് പറയുന്നത്, പിന്നെ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്യാനുള്ള 5 ബേസിക് എലമെന്റ്സ് ആയിട്ട് സയന്റിസ്റ്റുകൾ, മുൻകാലങ്ങളിലുള്ള തത്വചിന്തകന്മാര് കണ്ടെത്തിയിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദം എവറിത്തിങ്, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും, ലൈക്ക് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്, ലിവിങ് തിങ്സ് ജീവനുള്ളതാവട്ടെ അല്ലെങ്കിൽ ജീവനില്ലാത്ത വസ്തുക്കളാവട്ടെ, എന്താണ്, വാസ് മേഡ് അപ്പ് ഓഫ് 5 ബേസിക് എലമെന്റ്സ്. ഈ 5 ബേസിക് എലമെന്റ്സിൽ നിന്നുമാണ് എല്ലാ കാര്യങ്ങളും ലോകത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു മുൻകാലങ്ങളിലുള്ള ഈ ഇന്ത്യൻ ഫിലോസഫേഴ്സിനുണ്ടായിരുന്നത്. ഏൻഷ്യന്റ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഹാഡ് അറൈവ്ഡ് അറ്റ് എ സിമിലർ ക്ലാസിഫിക്കേഷൻ ഓഫ് മാറ്റർ. ഇതേ ഒരു ക്ലാസിഫിക്കേഷനിൽ തന്നെയാണ്, ഈ 5 ക്ലാസിഫിക്കേഷനിൽ തന്നെയാണ് എന്താണ് മുൻകാലങ്ങളിലുള്ള ഗ്രീക്ക് തത്വചിന്തകന്മാരും പിന്നെ അവരും മനസ്സിലാക്കിയിരുന്നത്. ഈ ഒരു 5 കാര്യങ്ങളിൽ നിന്നുമാണ് എന്ത് വരുന്നത്, മാറ്റർ രൂപപ്പെടുന്നത് എന്നുള്ളതായിരുന്നു അവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ മോഡേൺ ഡേയ്സ് സയന്റിസ്റ്റ് ഹാവ് ഇവോൾവ്ഡ് 2 type of classification of matter. അതായത് ഈ
ലേറ്റസ്റ്റ് കാലഘട്ടത്തിൽ ഉള്ള ശാസ്ത്രജ്ഞന്മാർ അവരെന്താണ് അത് ഈ പറയുന്ന മാറ്ററിനെ അവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഒന്ന് അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിലും അതുപോലെ തന്നെ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിലുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡേൺ സയന്റിസ്റ്റുകൾ നമ്മുടെ ഈ മാറ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കാൻ പ്രധാനമായിട്ടും ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ്. കെമിക്കലിനെ പറ്റിയിട്ട് നമുക്ക് പിന്നീടുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്ത സെക്ഷനാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്കൽ നേച്ചർ ഓഫ് മാറ്റർ. മാറ്ററിന്റെ എന്താണ് ഒരു ഫിസിക്കൽ നേച്ചർ. അതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്കൽ നേച്ചറാണ് അതിന്റെ. അതായത് ഒന്നാമതായിട്ട് അതിൽ പഠിക്കേണ്ടത് മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ്. അതായത് ഫോർ എ ലോങ് ടൈം 2 schools of thoughts prevailed regarding the nature of matter. അതായത് മാറ്ററിന്റെ ഒരു നേച്ചറിനെ, അതിന്റെ ഒരു സ്വഭാവത്തിനെ പറ്റി പഠിച്ച സമയത്ത് രണ്ട് ചിന്താഗതിയിൽ വന്നിരിക്കുന്ന 2 അഭിപ്രായങ്ങളും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വൺ ഈസ് ബിലീവ് മാറ്റർ ടു ബി കണ്ടിന്യൂസ് ലൈക്ക് എ ബ്ലോക്ക് ഓഫ് വുഡ്. അതായത് ഒരു വിഭാഗം വിശ്വസിച്ചിരുന്നത് ഈ വുഡ് ബ്ലോക്ക് ഉണ്ടല്ലോ, വുഡ് ബ്ലോക്ക് പോലെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു രീതിയാണ് മാറ്ററിനുള്ളത് എന്നായിരുന്നു ഒരു വിഭാഗം വിശ്വസിച്ചിരുന്നത്. വേറെ അതർ തോട്ട് ദാറ്റ് മാറ്റർ വാസ് മേഡ് അപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ലൈക്ക് സാൻഡ്. അതായത് മറ്റൊരു വിഭാഗം വിശ്വസിച്ചിരുന്നത് മണൽത്തരി പോലെ, പാർട്ടിക്കിൾസ് പോലെ വളരെ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ് മാറ്ററിൻ രൂപം വന്നേക്കുന്നത്, അല്ലെങ്കിൽ ഒരു മാറ്ററിനകത്ത് വളരെ ചെറിയ പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് രണ്ടാമത്തെ വിഭാഗം വിശ്വസിച്ചിരുന്നത്. ലെറ്റ് us perform an activity to decide about the nature of matter. Is it continuous or particulate? അപ്പോൾ നമുക്ക് എന്താണ് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ചാപ്റ്ററിൽ. ആ ആക്ടിവിറ്റീസ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും. അതിലൂടെ നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കുക, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണോ മാറ്റർ, അതല്ല ഒരു പാർട്ടിക്കുലേറ്റ് അഥവാ പാർട്ടിക്കിൾസ്, ചെറിയ അംശങ്ങൾ ഉൾപ്പെടുന്നതാണോ ഈ മാറ്റർ എന്നുള്ളത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം. ഓക്കെ, ശരി, നമുക്ക് ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ, ഇത് നമ്മളുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയാണ്. ഇതിനകത്ത് ഞാനൊരു ഷുഗർ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റോ അല്ലെങ്കിൽ സോൾട്ട് വെച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റോ ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ 2 എടുത്തിട്ടുണ്ട്, ഷുഗർ എടുത്തിട്ടുണ്ട്, സോൾട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ആ ലെവൽ ഒന്ന് നോക്കി വെച്ചേക്കുക. ഈ ലെവലിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഷുഗർ ഇടുകയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇടാം, സോൾട്ട് ഇതിനകത്ത് കുറച്ചിട്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ അത് സ്റ്റിർ ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഞാൻ രണ്ടും മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സോൾട്ട് മിക്സ് ചെയ്തു, രണ്ടിലെയും വാട്ടർ നോക്കിക്കുക, അതിൻ്റെ ലെവലിന് യാതൊരു ചേഞ്ചസും വന്നിട്ടില്ല. അപ്പോൾ ഷുഗർ മിക്സ് ചെയ്താലും ശരി, സോൾട്ട് മിക്സ് ചെയ്താലും ശരി, ആ വെള്ളത്തിന് യാതൊരു വിധത്തിലും ഇൻക്രീസ് ആവുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ലെവല് മുകളിലേക്ക് പോകുന്നില്ല, സെയിം ലെവൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, വെള്ളത്തിലേക്ക് സോൾട്ട് അലിയിക്കുമ്പോൾ അല്ലെങ്കിൽ ഷുഗർ അലിയിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ പാർട്ടിക്കിൾസിൻ്റെ ഇടയിലുള്ള സ്പേസിലേക്ക് സോൾട്ട് അല്ലെങ്കിൽ ഷുഗറിൻ്റെ പാർട്ടിക്കിൾസ് കയറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടറിൻ്റെ ഹൈറ്റിന് വ്യത്യാസം വരില്ല. ഇതാണ് ഇതിൻ്റെ ലോജിക്. ഓക്കെ, ആക്ടിവിറ്റി 1.2 ആണ്. ഇവിടെ നമ്മൾ ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് കണ്ടില്ലേ, ഇതൊരു പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തു, ഇതിനകത്ത് നിന്ന് കുറച്ച് സ്പൂണിലേക്ക് മാറ്റിയിട്ട് അതാദ്യം നമുക്കൊരു 100 ml വാട്ടർ എടുക്കുക. അതിനകത്ത് എന്ത് ചെയ്യുക, ഇത് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ വാട്ടറിലേക്ക് നോക്കുക, വലിയ കളറുള്ളൊരു സൊല്യൂഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ വാട്ടറിൽ നിന്ന് ഒരു 10 ml ഈ വാട്ടറിൽ നിന്നും എടുത്തിന് മാറ്റുകയാണ്. അത് നമുക്ക് 90 ml മറ്റൊരു വാട്ടറിലേക്ക് അത് മിക്സ് ചെയ്യാം. ഇവിടെ ഈ വാട്ടറിനേക്കാളും ഒരല്പം കളറിന് ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. 10 ml വാട്ടർ നമ്മൾ ഇതിലേക്ക് മാറ്റിയിട്ട് ആ 10 ml ഇവിടെയുള്ള അടുത്ത 90 ml പ്യുവർ വാട്ടറുമായിട്ട് വീണ്ടും മിക്സ് ചെയ്യണം. അപ്പോൾ നോക്കുക, ഇവിടെ വീണ്ടും എന്താണ് കളറിന് ഡിഫറൻസ് വന്നിട്ടുണ്ട്.
ഇനി എന്താണ് ചെയ്യുന്നത്, ഇതേപോലെ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് പോകുമ്പോൾ വാട്ടറിന് എന്താണ് ചെറിയ ചെറിയ ഡിഫറൻസ് ഇങ്ങനെ വന്ന് എന്താ കളർ ഡിഫറൻസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, കളർ കുറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. അതായത് ദ പാർട്ടിക്കിൾസ് ഓഫ് മാറ്റർ ആർ വെരി സ്മോൾ. പാർട്ടിക്കിൾസ് ഓഫ് മാറ്ററിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. അത് നമ്മളുടെ ഒരു സങ്കല്പത്തിനും ഒക്കെ അപ്പുറത്താണ്. അത്രത്തോളം ചെറുതാണ് ഈ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്, മാറ്ററിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഇതാണ് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം. ഓക്കെ, ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇതിനകത്തേക്ക് കുറച്ചിടുകയാണ്. ഇത് പക്ഷെ ഞാൻ സ്റ്റിർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇടുകയാണ്. നമുക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഉണ്ടോ, അത് സ്വയം അതിനകത്തേക്ക് ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പർപ്പിൾ കളർ അതിലേക്ക് സ്പ്രെഡ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് സ്വയം അവിടെ സംഭവിക്കണം. ദിസ് ഈസ് ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ്. അതിൻ്റെ പാർട്ടിക്കിൾസ് തന്നെ അത് കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് മറ്റൊരു എക്സാമ്പിൾ ആണിത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ലൈറ്റിംഗ് ഇൻസെൻസ് എന്ന് പറഞ്ഞൊരു എക്സ്പെരിമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു തിരി നമ്മൾ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇതിൽ നിന്നും സ്മോക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കാണെങ്കിൽ ഇവിടെ ഫാനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. ഇവിടെ നല്ല സ്മെല്ല്, ഇപ്പോൾ ഈ റൂം മൊത്തത്തിൽ ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഈ എക്സ്പെരിമെന്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ സ്മോക്ക് സ്മോക്ക് ഈസ് സ്പ്രെഡിങ് ഓൺ ഇറ്റ്സ് ഓൺ അക്രോസ് ദ ഹോൾ റൂം. ഈ റൂം ഫുള്ള് ഇതിൻ്റെ സ്മോക്ക്, അതിൽ നിന്നും വരുന്ന ആ സ്മോക്കാണ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ആർ മൂവിങ് ഓൺ ഇറ്റ്സ് ഓൺ. അതിൻ്റെ പാർട്ടിക്കിൾസ് തന്നെ അത് അവിടെ മൂവ് ചെയ്യുകയാണ്. സോ പാർട്ടിക്കിൾസ് ആർ കണ്ടിന്യൂസ്ലി മൂവിങ് എന്ന് പറയുന്ന ആ എക്സ്പെരിമെന്റ് ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. ഇനി മറ്റൊരു എക്സ്പെരിമെൻ്റ് ആണ്, ഹണിയും ഇങ്കും വെച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഗ്ലാസ്സിലേക്ക് ഇതിൽ ഞാൻ കുറച്ച് ഹണി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹണി ആണെങ്കിൽ നമ്മൾ ആ വെള്ളത്തിലേക്ക് ആദ്യമേ ഇടുകയാണ്. ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ഹണി ആണെങ്കിൽ ഡയറക്റ്റ്ലി അങ്ങ് താഴേക്ക് അങ്ങ് പോവുകയാണ്, വെള്ളത്തിൽ നിൽക്കാതെ അങ്ങ് താഴേക്ക് പോകുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇനി ഇതിനകത്തുള്ള കുറച്ച് ഇങ്ക് ഉണ്ട്. ഇങ്ക് ഞാൻ കുറച്ച് ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ്. ഇച്ചിരി കട്ടി കുറഞ്ഞ ഇങ്കാണ്. കട്ടി കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഡെൻസിറ്റി അതിൽ കാണിക്കും. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റിയിൽ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആദ്യമേ തേനാണെങ്കിൽ അല്ലെങ്കിൽ ഹണി ആണെങ്കിൽ ഡയറക്റ്റ് താഴേക്ക് പോയി, ഇങ്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്താണെങ്കിൽ സ്പ്രെഡ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഈ ആക്ടിവിറ്റിയിൽ നിന്ന് മനസ്സിലാകുന്നത്, ഇങ്ക് ഹാസ് അബൌട്ട് ഈക്വൽ ഓർ സ്ലൈറ്റ്ലി ഹയർ ഡെൻസിറ്റി ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. അതായത് വെള്ളത്തിനേക്കാൾ, ഒന്നുകിൽ വെള്ളത്തിനോടൊപ്പമുള്ള ഒരു ഡെൻസിറ്റിയോ അല്ലെങ്കിൽ വെള്ളത്തിനേക്കാൾ കുറച്ചുകൂടെ ഹയർ ആയിട്ടുള്ള ഒരു ഡെൻസിറ്റിയോ ആണ് ഈ പറയുന്ന ഇങ്കിനുള്ളത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ ഇങ്ക് വെള്ളവുമായിട്ട് മിക്സ് ആവാൻ സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ മാറ്റേഴ്സിൻ്റെ പാർട്ടിക്കിൾസ് ഇവിടെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ ഹണിയുടെ കേസ് പറയുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഹണി ഈസ് വെരി ഹയർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വെള്ളത്തിനേക്കാൾ കൂടുതൽ ഡെൻസിറ്റിയാണ് ഹണിക്കുള്ളത്. സോ ഹണി സ്റ്റാർട്ടഡ് ടു ഡയറക്റ്റ് ടുവേർഡ്സ് ബോട്ടം കണ്ടിന്യൂസ്ലി. അപ്പോൾ താഴേക്ക് പെട്ടെന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആ ഹണി അങ്ങ് താഴേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ എടുക്കുക, അതിനകത്തേക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യുക. നെക്സ്റ്റ് കോൾഡ് വാട്ടർ എടുക്കുക, അതിനകത്തും കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്യുക. ഇനി ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം നോക്കുക, ഹോട്ട് വാട്ടറിനും കോൾഡ് വാട്ടറിനും വന്നിട്ടുള്ള വ്യത്യാസം. ഇവിടെ ഹോട്ട് വാട്ടറിൻ്റെ സോളിഡ് ക്രിസ്റ്റൽസ് മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ പോലെയാണ്. മാത്രമല്ല കുറച്ചുകൂടി ഫാസ്റ്റായാണ് ഇതിൻ്റെ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത്. അതിന് കാരണം ഹോട്ട് വാട്ടറിലുള്ള മാറ്ററിൻ്റെ ഹീറ്റ് പാർട്ടിക്കിൾസിന് കൂടുതലായി കൈനറ്റിക് എനർജി ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതിനാൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ പാർട്ടിക്കിൾസ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. അതിനാൽ നമുക്ക് പറയാം
ടെമ്പറേച്ചർ ഇൻക്രീസ് ആയാൽ പാർട്ടിക്കിൾസിൻ്റെ കൈനറ്റിക് എനർജിയും ഇൻക്രീസ് ആകും. എന്നാൽ കോൾഡ് വാട്ടറിൽ ക്രിസ്റ്റൽസ് ഡിസോൾവ് ആകാൻ ഒരുപാട് ടൈം എടുക്കുന്നു. അപ്പോൾ ഈ ആക്ടിവിറ്റിയിലും പാർട്ടിക്കിൾസിൻ്റെ മോഷൻ കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 ആക്ടിവിറ്റിയിലും ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലാകുന്നത് മാറ്ററിൻ്റെ സ്വന്തം പാർട്ടിക്കിൾസ് സ്വയം പരസ്പരം ഇൻ്റർമിക്സ് ആയി കൂടിക്കലരും. അതിന് കാരണം പാർട്ടിക്കിൾസിനിടയിലുള്ള ഗ്യാപ്പിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ 2 വ്യത്യസ്ത തരത്തിലുള്ള മാറ്ററിൻ്റെ പാർട്ടിക്കിൾസും പരസ്പരം സ്വയം കൂടിക്കലർന്നുകൊണ്ട് അതുകൊണ്ട് ആ പ്രോസസ്സിനെ നമുക്ക് ഡിഫ്യൂഷൻ എന്ന് വിളിക്കാം. അപ്പോൾ അടുത്ത എക്സസൈസിലേക്ക് ഈ ഡിഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ.